ഹായ്. അപ്പം ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ കുറച്ച് ദൂരയാത്രയാണ്. അത് കുഞ്ഞാറ്റയ്ക്ക് സുഖമില്ല, ഒക്കെ അലർജിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ കാണിച്ചിട്ട് കുറവൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഒന്ന് കൊണ്ടുപോയി കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ അതാ ഒരായി കൊടുക്കത്തേ പത്തേ അതാ നമ്മളെ ബാക്കിയുള്ളവരൊക്കെ ഇതാ അപ്പൂസുതാ അപ്പൂസിൻ്റെ ഒരു ആയിട്ടിക്ക് കുട്ടിന് ഡ്രൈവിങ്ങിലാണ്. പനി കുഞ്ഞാറ്റിൻ്റെ പാട്ടോ ഇനി കുഞ്ഞാറ്റെപ്പോൾ പാട്ടോ നേരത്തെ പാടിയ പാട്ടൊന്നും പാടിക്കൊടുക്കേ. അല്ല അത് രണ്ടും പാടിക്കോ. രണ്ട് പാട്ട് പാടും. നേരത്തെ ഒരു പാട്ട് പാടി അതെ ഒച്ചല് പാട്. ഒച്ചല് മ്യൂസിക് ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. മ്യൂസിക് ഒക്കെ ഉണ്ടേ. ഹായ് സൂപ്പറായിട്ട്. ആ അഞ്ഞ അപ്പുകൂടെ പാട്ട് ഉറക്കനെ പാട്ട്. നല്ല പാട്ട്. അപ്പൊ ഇതാണ് ഓളെ പാട്ട്. പിന്നെ നോക്കി ഓളെ തലയിലൊക്കെ നല്ലൊരു പൂവൊക്കെ ഉണ്ട് കേട്ടാ. ഹെയർബൻഡാണ് ഓളെ. നമ്മളെ ചൊത്തമ്മണിയാണ് ഓള്. ചിത്രയ്ക്ക് പാവ് കാണിക്കാനല്ലേ? എന്താ ചിന്തിച്ചു ഒന്നും ഉണ്ടാത്തെ? എന്തെങ്കിലുമൊക്കെ പറയും. ഛർദ്ദിക്കാൻ വരെ ഞങ്ങൾ വരുന്നില്ല. നിർത്താം നമുക്ക് എവിടെയെങ്കിലും നിർത്തട്ടോ. ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ ജിഞ്ചോ? ഒന്നും കഴിച്ചില്ല. എന്താ തിന്നേ? ചപ്പാത്തി തിന്ന്. നോണ പറയാണോ? ഓള് ചപ്പാത്തി തിന്നാണ്. കഷ്ണം തിന്നു. ദിവസം ഇറങ്ങിപ്പോയിട്ടോ. നമുക്ക് എന്തോ ഒരു ക്ഷീണം. എവിടെ അപ്പൂസടെ? ഒന്ന് സൈഡായിക്ക് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ നമ്മൾ അപ്പൂസിന്. അപ്പൂസ് ഉറങ്ങിപ്പോയി. ചിന്തോസിന് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. അപ്പം ഒന്ന് സൈഡായതാണ്. ചെറുങ്ങനെ തല അയച്ച ഞങ്ങൾ വരുന്നില്ലാന്ന് പറഞ്ഞത് കൊണ്ട് അവള് സൈഡായി. അതെ ഒന്ന് കിടക്കുന്നത് നല്ലതാണ്. ഛർദ്ദിക്കാൻ വരുമ്പോൾ ഒന്ന് മാറും. വെള്ളച്ചാട്ടം കണ്ടോ കുട്ടി? വെള്ളച്ചാട്ടം കണ്ടില്ലേ? ഇതാ അവിടെ മുകളിൽ വെള്ളച്ചാട്ടം കണ്ടില്ല? കുരങ്ങനെയോ കണ്ടോ? നമ്മളതാ കുരങ്ങനെ. അതാ കൂട്ടിൽ വീണല്ലോ. കണ്ടോ? കൂട്ടില് വീണ് കിടക്കല്ലേ? അതാ കണ്ടില്ലേ? നമുക്ക് വരുമ്പോ അന്നെ ഇറക്കി വിട്ടാലോ അവിടെ? വേണ്ടേ? വേണോ വേണ്ടേന്ന് രണ്ടും കൂടി. ഒന്ന് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു ചെറിയൊരു മഴ. ഇപ്പം മഴയൊന്നുമില്ല, മഴയൊക്കെ പോയി. വണ്ടി കാണാനാണ്. അപ്പൂഷേ വണ്ടി കണ്ടോ കുട്ടി? ഇവിടെ വണ്ടി കണ്ടോ? വണ്ടി കണ്ടോ? ചക്കുടു വണ്ടി കണ്ടോ? ഡ്രൂ കണ്ടോ? ചക്കുടു മോനെ വണ്ടിന്റെ കാഴ്ച കാണാൻ ഭയങ്കര ആഗ്രഹക്കാരനാട്ടോ. പുറത്തേക്ക് തന്നെയാണ് നോക്കണേ. ഇതാ നമ്മളെ ചിന്തോസിന് ഏറെക്കുറെ റെഡിയായി. ഛർദ്ദിക്കാൻ വന്നിരുന്നു. അതാണ് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അതൊന്ന് റെഡിയായി ലെവലായി വന്നു.
പോയിക്കോളിട്ടോ, ഞങ്ങളില്ല. ഞങ്ങൾ വരുമ്പോ ഞങ്ങൾ ഇവിടെ നിന്നോളിയേ. ഹലോ, വണ്ടി നോക്കണേ, ഫുള്ള് വണ്ടി നോക്കാണ്. വണ്ടി ഇവിടെ കുഞ്ഞാറ്റക്ക് ചായക്ക് കടി അല്ലേ വേഗിൽ വെക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ കള്ളത്തി പൂച്ച. കിട്ടണ്ട കിട്ടിയപ്പോ എന്തായി? സമാധാനായി. കടി വരെ വാങ്ങണ്ടേ ഇതില്. അപ്പം ചിഹ്നം ഞങ്ങൾ വിളക്കങ്ങൾ പോയിട്ട് വരും. വണ്ടീന്റെ എണ്ണ ഒക്കെ എടുത്തോടെ നിന്നോളിട്ടോ രണ്ടാളും. ഞങ്ങൾ വണ്ടീന്റെ എണ്ണ ഒക്കെ എടുത്ത് വരുമ്പോ ഞങ്ങള് കയറ്റാം. വണ്ടി വണ്ടി നോക്കണ ആ വണ്ടി അവിടുന്ന് വന്ന് ഇവിടെ വരെ നോക്കണത്. ഇനി മറയണ വരെ നോക്കും. കുഞ്ഞാറ്റെ എനിക്ക് അപ്പൊന്നും വേണ്ട. ഇവിടെ എത്തി ഡോക്ടറെ കാണിക്കാനിരിക്കട്ടോ കുഞ്ഞാറ്റന്. ഉച്ച കഴിയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏറെക്കുറെ ഉച്ച കഴിയും കാണിക്കാൻ. നല്ല കളിയിലാണ്. ഉച്ച കഴിയും എന്തായാലും. അതായത് രജിസ്ട്രേഷൻ ചെയ്ത് കുറേ സമയം എടുക്കണം പറഞ്ഞത്. നല്ല തിരക്കുമാണ്. നല്ല ചൂടിട്ട് ഇവിടെ. ഇതിനുള്ളിലായതുകൊണ്ട് വലിയ ചൂടൊന്നുമില്ല. പുറത്ത് ഭയങ്കര ചൂടാണ്. ഇവിടെ നല്ല ചൂടാണ്. ഇവിടേക്ക് മഴയൊക്കെ കുറവാണ്. പൊതുവേ ചൂട് വയനാടിനെ അപേക്ഷിച്ച് അതെ, കോഴിക്കോട് നല്ല ചൂടാണ്. കോഴിക്കോടും ചൂടിൻ്റെ ഒരു ഏരിയ ആണ്. നല്ല തിരക്കാണ്. എന്തായാലും കാണിച്ചിട്ട് കാണുന്നില്ലേ. അപ്പൂസ് എണീറ്റ് ഇത്രയും നേരം ഉറങ്ങിയിരുന്നു. ഇവിടെ നമ്മളെ വന്നപ്പോൾ ഭയങ്കര കുറുമ്പായിരുന്നു. പിന്നെ കുറച്ചു നേരം ഉറങ്ങി. അതെ, കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മൂപ്പർക്ക് ഭയങ്കര കുറുമ്പ്. അതാ കുറുമ്പളൊക്കെ അടുത്തത്. ഓന് വണ്ടികൾ കാണില്ല. പ്രശ്നം. അതെ, ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എല്ലാ കുട്ടികളും കരച്ചിലാണ്. അപ്പോൾ ഓനും കരിയന്നെ. കുഞ്ഞാറ്റ പൊതുവെ സൈലന്റ് ആയിട്ടോ. ഡോക്ടറെ കാണിക്കാൻ പോണോണ്ടാണ് സൈലന്റ് ആയത്. അല്ലെങ്കിൽ അവൾ വയലന്റ് ആവും. അതെ, അപ്പോൾ ഇനി എന്തായാലും കുഞ്ഞാറ്റനെ കാണിച്ചിട്ട് കാണാം. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. ഇവിടെ തിരക്കേണ്ടില്ല. നിങ്ങൾ കുട്ടനൊക്കെ ക്ഷീണിച്ചു നടന്നു. ലാസ്റ്റ് കുഞ്ഞാറ്റയ്ക്ക് കോൽമുട്ടായി കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര തിരക്കാണ്. തിരക്കാണ്. സംഭവം ഫുഡൊക്കെ വന്ന് കുഞ്ഞുങ്ങളൊക്കെ കഴിക്കൽ തുടങ്ങിയിട്ടോ. സംഭവം എല്ലാവർക്കും നല്ല വിശന്ന് അങ്ങനെ ഓർഡർ ചെയ്ത് കുറച്ച് നേരം കാത്തുന്നതാ. നമ്മളെ കുഞ്ഞാറ്റയ്ക്കൊന്നും ക്ഷമ ഉണ്ടായിരുന്നില്ല. നല്ല വിശന്ന് പോയി. സമയം 3 മണി. ഞാൻ കഴിക്കട്ടെ. ഞാൻ തുടങ്ങിയിട്ടില്ല. ഫുഡ് കണ്ടു അടിപൊളിയുടെ അടിപൊളി. നമ്മളോട് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ ബിരിയാണി അല്ലേ? എങ്ങനുണ്ട്? സൂപ്പറാ. അപ്പോൾ നേരം വൈകിട്ട് നല്ല ടേസ്റ്റ് എല്ലാവർക്കും. വിശന്നിട്ട് അതല്ല, അടിപൊളി ബിരിയാണി കേട്ടോ. നല്ല തിരക്കുമാണ്. എന്താ പറഞ്ഞേ? ഐസ്ക്രീമും വേണ്ട, കാടമുട്ട മതി. അപ്പൂസിന് എന്താ വേണ്ടേ? അപ്പൂസിന് എന്താ വേണ്ടുള്ളൂ? കുട്ടി പോണം. 4 മണിയായിട്ടോ. 4 മണിയായി. കൂട്ടാ ഇനി ഒരു ഉറക്കൂടി ആവാലേ.
കഴിഞ്ഞില്ലേ പോവാ അമ്പോ ജ്യൂസ് കൊടുക്കുന്നില്ല കേട്ടോ. എന്താ സാധനം നോക്കി പേക്കാക്കാൻ പറ്റാ. അപ്പോൾ ആ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ ഇറങ്ങി. നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ. വിശന്ന് അങ്ങ് എത്തിയിരുന്നു. കുട്ടനൊക്കെ നല്ല വിശന്ന് അങ്ങ് എത്തി. ഇതാ കുഞ്ഞാറ്റ എന്തോ പറയുന്നുണ്ട്. എന്താ പറഞ്ഞോർക്ക്? എന്താ ഓന് അപ്പൂസ്. ഓ ബീച്ചിൽ പോവാണല്ലോ കുഞ്ഞാറ്റ. ഞങ്ങൾ വീട്ടിലേക്കും പോവാണ്. നല്ല തിരക്കായിരുന്നു. ഞങ്ങളിതാ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഞങ്ങൾ സംഭവം ഫുഡൊക്കെ കഴിച്ച്. ഫുഡൊക്കെ അടിപൊളി ഫുഡായിരുന്നു. എല്ലാവർക്കും നല്ല വിശന്നു ഇന്ന് മാത്രം അല്ലേ? എല്ലാവർക്കും നല്ല വിശന്നില്ലേ? കഴിച്ചില്ല ഭക്ഷണം. കഴിച്ചില്ല ഓള് കഴിച്ചില്ല. കരച്ചില് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫുഡ് കഴിച്ചില്ല ഓള്. ഫുഡ് കഴിക്കുവോ? ആരാ വണ്ടി ഓടിക്കുന്നേന്ന്? ആ കുഞ്ഞാറ്റ ഇനി പറയൂട്ടോ ബാക്കി. ഇനി പറ, ആരാ വണ്ടി ഓടിക്കുന്നേ? അച്ഛനാണ് ഗേസ് വണ്ടി ഓടിക്കുന്നേ. എങ്ങോട്ടാ പോണേ? നമ്മള് വീട്ടിലേക്കല്ലേ പോണേ? പിന്നെ വീട്ടിൽ പോണ്ടേ? പിന്നെ എങ്ങോട്ടാ പറഞ്ഞു കൊടുക്ക്? ബീച്ചിക്കാ? ബീച്ചിക്കാണ്. അയ്യോ ഇനിയും ബിരിയാണി കഴിക്കാനോ? ഓള് ബിരിയാണി കഴിക്കാൻ പോവാണ് ബീച്ചിക്ക്. ഞങ്ങൾ അന്നെ അവിടെ നിർത്തിയിട്ട് പോരുട്ടോ. അവിടെ നിന്നാ മതി എന്നല്ലോ. എന്നും ബിരിയാണി ഒക്കെ കിട്ടും. അപ്പോൾ ഞങ്ങൾ ഇവിടെ ബീച്ചിലെത്തിട്ടോ. നല്ല ആളുകളുണ്ട്. വൈകുന്നേരം നേരെ അതിനെ കൊണ്ട് നല്ല ആളാ. കാണാൻ നല്ല ഉറക്കായിപ്പോയി. അതെ അപ്പൂസിന് നല്ല ഉറക്കായിപ്പോയി. ഈ വണ്ടി കയറിപ്പോയിക്കിനെ ഉറങ്ങിയിരിക്കുന്നു. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ആളുണ്ട് കേട്ടോ. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട്. അതെ മഴയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഞങ്ങൾ ഇങ്ങനെ ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാ ഒരു അപ്പൂസിന് എടുക്കാതെ പോവുക മൂന്നാളും കൂടി. ഇതാ പാവന്റെ കുട്ടി അറിയുന്നുണ്ടോ ഇത് വല്ലതും? ചങ്ങായി ഈ വല്ലതും അറിയുന്നുണ്ടോ? അത് സംഭവം ഇങ്ങോട്ട് കുറച്ചൊരു വെളിച്ചം പ്രശ്നമുണ്ട് കേട്ടോ. അതാണ് കാണാത്തത്. കുട്ടൻ പാൻ്റൊക്കെ കയറ്റി റെഡി ആയി നിൽക്കുക. കുഞ്ഞാറ്റ എൻ്റെ കയ്യിലുള്ളത്. കുഞ്ഞാറ്റയ്ക്ക് പേടി. കുഞ്ഞാറ്റെ പിടിക്ക്. അതിന് പിടിച്ചോ. ഇതാണ് നമ്മളെ കുഞ്ഞാറ്റയ്ക്ക് ചെറിയൊരു പേടി. അമ്മ പിടിക്കും അങ്ങനെ പിടിക്കില്ലേ? സംഭവം കുഞ്ഞാറ്റയ്ക്ക് ചെറിയൊരു പേടി കേട്ടോ. നമ്മൾ അപ്പൂസ് മാത്രം ഇത് കാണാനുണ്ടായില്ല. ഓ ഉറക്കത്തിലായിപ്പോയി ചങ്ങായി. ബീച്ചിൽ എന്താണ് സ്ഥിതി? എന്താ സ്ഥിതി? ബീച്ചിൽ ഞങ്ങൾ ബീച്ച് നല്ല നമ്മളെ കളിപ്പിക്കുകയാണല്ലേ? അതായത് ഈ വെള്ളം വരുന്നതിനാണ് കേട്ടോ അവള് പറയുന്നത്. ബീച്ച് നമ്മളെ കളിപ്പിക്കുകയാണെന്നുള്ളത്. ബീച്ച് വെള്ളം വന്നിങ്ങനെ പോകുന്നോണ്ടേ കളിപ്പിക്കുകയാണെന്ന്. ബീച്ച് നമ്മളെ കളിപ്പിക്കുകയാണ് എന്നാണ് അവൾ പറയുന്നത്. അത് ഒച്ച കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. അപ്പൂസ് ഇതാ തിരമാല കണ്ട് ആസ്വദിക്കാണ് ചങ്ങായി. അപ്പോൾ കുഞ്ഞാറ്റൻ്റെ കയ്യിൽ മാങ്ങയാണ് കേട്ടോ. അവൾക്ക് മാങ്ങ ഇഷ്ടപ്പെട്ടത്.
കുഞ്ഞോക്ക് പൈനാപ്പിളും. കുട്ടനെ ഇവിടെ നിൽക്കണോ സപ്ലൈ ചെയ്യാൻ? പൈനാപ്പിൾ അതെ നിന്നെ കണ്ടപ്പോ തോന്നിക്ക്. എന്നിട്ടേ മാങ്ങ ഇഷ്ടായത്? പൈനാപ്പിൾ നോക്ക്. ഉപ്പിലിട്ട് ഓരോ തിരക്കുന്ന കാണിച്ചതാ. ബീട്രൂട്ട്, മാങ്ങ, എന്താ പപ്പായ, മാങ്ങ, എന്താ എന്തപ്പഴല്ലേ? എന്തപ്പഴല്ലേ? നെല്ലിക്ക, പൈനാപ്പിൾ. ഇനി എന്താണ്ടേ? എന്താണ്ടേ? നിനക്കോ എന്താ വേണോ? വെറുതെ അവൻ്റെ ഇത് വെച്ചോക്ക്. എത്ര നേരമായി തിന്നണേ? അപ്പൊ ഓൻ ആസ്വദിക്കട്ടാ. ഓൻ തിരമാല ആസ്വദിക്കണേ. അപ്പോൾ ഞങ്ങൾ ബീച്ചൊക്കെ കണ്ട് ഇനി നേരെ വീട്ടിലേക്ക് മടങ്ങാണ്ട് ഒരു വണ്ടി എടുക്കാൻ പോയതാണ്. കുട്ടൻ വണ്ടി എടുക്കാൻ പോയതാണ്. ഞങ്ങൾ ഞാൻ മെല്ലെ പോട്ടെ, വീട്ടിലേക്ക് പോട്ടെ. അതെ, കളിച്ച് കൊതി തീർന്നിട്ടില്ല കുഞ്ഞോക്ക്. അതെ, ഞങ്ങൾ ഒരു ദിവസം കൂടി വരും. അപ്പോൾ ഒരു വണ്ടി എടുക്കാൻ പോയതാണ്. അപ്പോൾ അതെ, ഇനി എല്ലാവരും കൂടി ആയിട്ട് ഞങ്ങൾ അങ്ങനെ സാധിക്കും. അതെ, അതിനൊക്കെ സാധിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ബാക്കി അവിടെ വെച്ച് കാണാം. അതെ, അതെ, വേഗം വീടെത്താൻ നോക്കട്ടെ. ഓക്കെ.